നാദാപുരം മണ്ഡലത്തിലെ എടച്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ എടച്ചേരി പഞ്ചായത്തിലെ 18 വാർഡുകളിലും തൂണേരി ഗ്രാമപഞ്ചായത്തിലെ ചില വാർഡുകളിലും പ്രത്യേക പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തണമെന്ന് ഹൈക്കോടതി ഉത്തരവ്. UDF സ്ഥാനാർത്ഥികൾ നൽകിയ ഹർജിയിലാണ് കോടതി ഉത്തരവ്. എടച്ചേരി പഞ്ചായത്തിലെ 18 വാർഡുകളിലും തൂണേരി ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡായ മലബാർ കോടഞ്ചേരി LP, എടച്ചേരി പഞ്ചായത്തിലെ കോട്ടയംപ്രം അരൂർ ബ്ലോക്ക് ഡിവിഷനിലെ 10, 11, 12 വാർഡുകളിലെ 6 ബൂത്തുകളിൽ പ്രത്യേക പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തണമെന്ന് ഹൈക്കോടതി ഉത്തരവ്. തൂണേരി ബ്ലോക്ക് ഡിവിഷൻ, അരൂർ ഡിവിഷൻ UDF സ്ഥാനാർത്ഥി തൂണേരി ബ്ലോക്ക് ഡിവിഷൻ, അരൂർ ഡിവിഷൻ UDF സ്ഥാനാർത്ഥി AP മുനീർ, കോടഞ്ചേരി റിജുല, എടച്ചേരി പൊയിൽ ശ്രീജിത്ത് എന്നിവർ നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവിയോട് ഇവിടങ്ങളിൽ വെബ് ക്യാമറ വയ്ക്കാനും പ്രത്യേക സുരക്ഷ ഉറപ്പുവരുത്താനും ഹൈക്കോടതി ഉത്തരവിട്ടു. ആവശ്യമെങ്കിൽ സ്ഥാനാർത്ഥികളുടെ സ്വന്തം ചെലവിൽ വീഡിയോ ചിത്രീകരിക്കാനും കോടതി ഉത്തരവിട്ടു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ UDFകാർക്ക് ഇവിടങ്ങളിൽ സ്വതന്ത്രമായി വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് പരാതി ഉണ്ടായിരുന്നു. എടച്ചേരി പുറമേരി മേഖലകളിൽ കള്ള വോട്ട് ചെയ്ത് കൃത്രിമ വിജയം നേടുന്ന ഒരു പതിവ് LDFനുണ്ട്. അത് ഇത്തവണ അനുവദിക്കാൻ പാടില്ല എന്ന ഉറച്ച നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ എടച്ചേരി നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥിയും അതുപോലെ കോടഞ്ചേരി, അരൂർ ഇവരെല്ലാം കൂടി ഹൈക്കോടതിയെ സമീപിച്ച് ഹൈക്കോടതി പ്രൊട്ടക്ഷൻ ഓർഡർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുപ്രകാരം ബൂത്ത് പരിസരത്തോ കുഴപ്പമുണ്ടാക്കുന്ന അല്ലെങ്കിൽ കള്ളവോട്ട് ചെയ്യുന്ന ആളുകളെ തടയാൻ പോലീസ് തയ്യാറാകണം എന്ന് ആവശ്യപ്പെടാൻ വേണ്ടിയാണ് നിയോജകമണ്ഡലം UDFൻ്റെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ഞാനും കൺവീനർ അഡ്വക്കേറ്റ് സജീവനും SP അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഇവിടെ വന്നിട്ടുള്ളത്. ഈ ഒരു രീതി ഈ കാലത്തും തുടരുന്നത് ഉചിതമല്ല. ഈ കാര്യം രാഷ്ട്രീയ കക്ഷികളും പൊതുജനങ്ങളും അറിയേണ്ടതായിട്ടുണ്ട്. യഥാർത്ഥ വോട്ട് ചെയ്യാൻ അനുവദിക്കാതിരിക്കുകയും കള്ള വോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതി ഇപ്പോഴും ആ മേഖലയിൽ തുടർന്ന് വരുന്നു. കുറേ കാലമായിട്ട് തന്നെ ഇവരുടെ വിജയം കള്ളവോട്ടിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നിയമസഭയും അതുപോലെ തന്നെ പഞ്ചായത്തുകളും അവർ വിജയിക്കുന്നത്. അത് ഈ പ്രാവശ്യം ഒരു കാരണവശാലും അനുവദിക്കുകയില്ല എന്ന UDFൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ സ്ഥാനാർത്ഥികൾ ഹൈക്കോടതി സമീപിച്ചത്. അപ്പോൾ അവിടെ വെബ് ക്യാമറ വെക്കാനും ആവശ്യമെങ്കിൽ സ്ഥാനാർത്ഥിയുടെ ചെലവിൽ വീഡിയോ ചിത്രീകരിക്കാനും കൂടി ഹൈക്കോടതിയിൽ ഉത്തരവുണ്ട്.